ഹലോ ഡിയസ്, 2026 +2 കെമിസ്ട്രി വെയിറ്റേജ് എങ്ങനെയായിരിക്കും? വെയിറ്റേജിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ലേറ്റസ്റ്റ് വെയിറ്റേജ് എന്താണ്? വെയിറ്റേജ് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. മോഡൽ എക്സാം ഇങ്ങ് അടുത്തെത്തിയില്ലേ? അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ മാക്സിമം മാർക്ക് വാങ്ങിക്കാം, അതിനുള്ള സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ എക്സാം തൂക്കണമെന്നുള്ളവർ വീഡിയോ കണ്ടോളൂ, കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തെ +2 കെമിസ്ട്രിയുടെ വെയിറ്റേജിലോട്ട് പോകുമ്പം 2024 വെയിറ്റേജ്, 25 വെയിറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ റീസെന്റ് വെയിറ്റേജ് എന്താണ്, ഇത്തവണ എങ്ങനെയായിരിക്കാം വെയിറ്റേജ് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറയാം. അപ്പം 24 എക്സാമിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ സൊല്യൂഷൻസിലോ ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഒന്നോ രണ്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചസ് വന്നാലായി, അത്ര തന്നെ. പക്ഷേ ആലോ ആൽക്കേനും ആൽക്കോൾ ഫിനോൾ ഈതർ ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് 9, 6 എന്നുള്ള രീതിയിൽ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പം ചില ചാപ്റ്റേഴ്സൊക്കെ 3 മാർക്കിലൊക്കെ വെയിറ്റേജ് എന്ത് വരാം, വ്യത്യാസം വരാം. അതുമാത്രമല്ല, നമ്മൾ വെയിറ്റേജ് നോക്കിയിട്ട് അതിനകത്ത് പഠിക്കുക എന്ന് പറയുമ്പോഴേ ഈ അമീന് ബയോമോളിക്യൂള് കാര്യങ്ങളൊക്കെ ആ ഒരു വെയിറ്റേജിൽ എപ്പോഴും നിൽക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, 5, 4, 5, 4 ആ ഒരു രീതിയിലൊക്കെയാണ്. ഇപ്പം 4, 4 അല്ലെങ്കിൽ അങ്ങനെ. അപ്പം ഇതിനകത്ത് ഏറ്റവും നിങ്ങൾ ആദ്യം ഇപ്പം അധികം ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്നും അറിയില്ല, ആകെ ഒരു കൺഫ്യൂഷനാണ്. SSLCയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ +1 വന്നപ്പോൾ മാർക്ക് അങ്ങ് കുറഞ്ഞു പോയി. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിനകത്തെ എല്ലാം ഏകദേശം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇനി നിങ്ങൾ അതിനകത്ത് വേറെ സ്ട്രാറ്റജീസ് ആണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡെപ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ അതിലോട്ടൊക്കെ പോവാം. പക്ഷേ നമ്മുടെ ഇത് പറയാൽ നിങ്ങൾ അതിനകത്തെ എങ്ങനെ പഠിക്കണമെന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന അല്ലെങ്കിൽ അധികം പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാവുന്നതാണ് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിലേക്ക് പോവുക. നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി കണ്ടോ, 10, 11 മാർക്ക് വരെ വെയിറ്റേജ് ഉണ്ടാകാറുണ്ട്. 2024 15 ആണെങ്കിൽ 25. അപ്പം ഞാൻ ഏറ്റവും റീസെൻറ്റ് വെയിറ്റേജ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ, വീഡിയോയുടെ ഇടയ്ക്ക് പറയാം. ഓക്കെ, എനിവേ 11, 10 ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പം കോർഡിനേഷൻ കെമിസ്ട്രിയാണ് ആദ്യം പഠിക്കേണ്ടത്, കാരണം അത് ഭയങ്കര സിമ്പിളാണ്. അത് നിങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ വാലൻസ് ബോണ്ട് തിയറി എപ്പോഴും ചോദിക്കാറുണ്ട്. വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് ഓരോരോ മോളിക്യൂൾസിൻ്റെ ജോമെട്രി, മാഗ്നറ്റിക് ബിഹേവിയർ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. പിന്നെ അതിനകത്ത് ചോദിക്കുന്ന മറ്റൊന്നാണ് IUPAC നെയിമിങ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഭയങ്കര ഈസിയാണ്. അതുപോലെ ലിഗാൻഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. അതിനകത്ത് ഐസോമറിസം, കോർഡിനേഷൻ ഐസോമറിസം, സോൾവേറ്റ് ഐസോമറിസം, അയണൈസേഷൻ ഐസോമറിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐസോമറിസം, അതിനകത്ത് ലിങ്കേജ് ഐസോമറിസം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ചോദിക്കാം, വാലൻസ് ബോണ്ട് തിയറി അതിൻ്റെ ലിമിറ്റേഷൻസ്, പിന്നെ നമ്മുടെ വെർണേഴ്സ് തിയറി, അത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കാം. ഡബിൾ സാൾട്ട്, കോർഡിനേഷൻ കോമ്പൗണ്ട് ഡിഫറൻസ്. അപ്പം ചാപ്റ്റർ വൈസ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് 5 സ്റ്റാർ ആദ്യം പഠിക്കേണ്ടത്, പിന്നെ 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചാപ്റ്ററിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ആകാം. കമ്മ്യൂണിറ്റിയിലാണ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഫസ്റ്റ് വരിക. അപ്പോൾ ആ ലിങ്കിൽ അങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജീസ്, ഹാക്കുകൾ, ട്രിക്കുകളൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ അവിടെയും നിങ്ങൾ ജോയിൻ ആകാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഏത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ അമീൻ ആൻഡ് ബയോമോളിക്യൂൾ. പെട്ടെന്ന് തീരും. ടപ്പേ എന്ന് പറയുമ്പോഴേക്ക് തീരുന്ന 2 ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്തെ അത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയി. 3 ചാപ്റ്റേഴ്സ് അവിടെ തീർന്നു ചെയ്തു, ഇത് പെട്ടെന്ന് 9 മാർക്കിലോട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോക്കൂ, കെമിക്കൽ കൈനറ്റിക്സ് ഭയങ്കര ഈസിയാണ്, അത്യാവശ്യം തിയറി തന്നെയാണ് അതിനകത്ത്, എന്നാലും പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ D&F അതും 7 ആണ്. അപ്പം തന്നെ ഇതിൽ നോക്കിയാൽ നിങ്ങൾ 10ഉം ഇവിടെ 9ഉം 19, 19ഉം 7ഉം എത്ര, 26, 26, 34, പകുതിയിൽ കൂടുതൽ മാർക്കായില്ലേ? എത്ര സമയം കൊണ്ട് അത് വളരെ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇതിനകത്ത് കെമിസ്ട്രിയിലെ ഒരു കിടിലൻ ട്രിക്ക്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇപ്പം അമീന് ബയോമോളിക്യൂളൊക്കെ 1 ഡേ നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ് 9. പിന്നെ കോർഡിനേഷൻ കെമിസ്ട്രി വേണം, കുറച്ച് ടൈം എടുക്കും, എന്നാലും ഇത് തിയറിയാണ്, അത് എന്തായാലും നിങ്ങൾ പഠിക്കണം അതിനകത്ത്. ഓക്കെ, പിന്നെ D&Fഉം കൈനറ്റിക്സും പഠിക്കാനും അതും കുറഞ്ഞ സമയം എടുക്കുള്ളൂ. അപ്പം തന്നെ 15. അപ്പം കുറഞ്ഞ സമയം കൊണ്ട് 9ഉം 15ഉം അപ്പം എത്രയായി? അതിനകത്ത് 24 ആയില്ലേ? കുറഞ്ഞ സമയം കൊണ്ട് കിട്ടും. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ഈസി ഏതൊക്കെയാണെന്ന് നോക്കി പോകുന്നവരാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. ഒപ്പം നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് കൂടി അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ബാക്കി
നിങ്ങൾക്ക് 60 മാർക്കിലോട്ട് 34 ഇപ്പം റെഡി ആയില്ലേ, ഇനി അങ്ങോട്ടേക്ക് ഏത് പഠിക്കണം? ഇതിനകത്ത് പിന്നീട് പഠിക്കാൻ എളുപ്പമുള്ളതാണ്. നിങ്ങൾ ഓർഗാനിക് എളുപ്പമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഹാലോ ആൽക്കൈനും ആൽക്കോ ആൽക്കൈനിലൊക്കെ ഒരു സ്ഥിരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എളുപ്പമാണ്, ചെറിയ ചാപ്റ്ററാണ്, 9 മാർക്കുണ്ട്. അപ്പോൾ ഓർഗാനിക്കിലോട്ടാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ലത് ആലോ ആൽക്കൈനാണ്. ഒപ്പം തന്നെ ആൽക്കോൾ ഫിനോൾ ഈതർ നോക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, അത്ര വലിപ്പമില്ല. ഒരു ടിപ്പിക്കൽ ഇപ്പം അതിനകത്ത് കോൾബ്, വില്യംസൺ സിന്തസിസ്, റൈമർ ടീമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടിപ്പിക്കൽ 5 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ് അതൊക്കെ. പിന്നെ ഓർഗാനിക് എളുപ്പമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആൽഡിഹൈഡ് കീറ്റോണിലോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി സൊല്യൂഷനിലോട്ട് പോയി നോക്കാം. സൊല്യൂഷൻ ഭയങ്കര എളുപ്പമാണ്. അതിനകത്ത് ഹെൻറീസ് ലോ, റൗൾസ് ലോ, ഐഡിയൽ സൊല്യൂഷൻ, അസിയോട്ടോപിക് മിക്സ്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ന്യൂമറിക്കൽസ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് ഭയങ്കര സിമ്പിളാണ്. അതിനകത്ത് ട്രിക്ക് ഉണ്ട്. ന്യൂമറിക്കൽസിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി അത് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രി ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അല്ല, ഓർഗാനിക്കാണ് എളുപ്പമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആൽഡിഹൈഡിലോട്ട് പോകാം. അപ്പോൾ എനിവേ അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റാക്കേണ്ട ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇനി ചാപ്റ്റർ വൈസ് ഏതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതിനകത്ത് നോക്കുമ്പം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകളുടെ ഒരു ടോപ്പിക്കുകളുടെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി നമ്മൾ വെയിറ്റേജ് മാറിയോ നോക്കണ്ടേ, ഏറ്റവും ലേറ്റസ്റ്റ് വെയിറ്റേജ് നോക്കണ്ടേ. ലേറ്റസ്റ്റ് വെയിറ്റേജിലോട്ട് പോകുമ്പോൾ അതിന് മുന്നേ നിങ്ങളിപ്പം സ്ട്രഗിൾ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്. ഇപ്പം SLCയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ +1 വന്നപ്പോൾ മാർക്കൊക്കെ കുറഞ്ഞു. ഇനി +2 എന്താകും എന്നൊക്കെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് മാർക്ക് അങ്ങോട്ട് വരുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ റിസൾട്ടുകൾ ഇതിനകത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ലെവലിലുള്ള സ്റ്റുഡൻസിൻ്റെ റിസൾട്ടുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് വളരെ മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസ് പോലും നമ്മുടെ ഒരു 10-15 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഈ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല റേഞ്ചിലോട്ട് നിങ്ങൾക്ക് അതിനകത്ത് വരാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ +1 ബാച്ചിൽ ഇതിനകത്ത് ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഞാനിവിടെ കാണിക്കാം. അതായത് SSLCയിൽ ഇവരുടെ മാർക്ക്, SLCയിൽ ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു 3-4 A+ എന്ന് പറഞ്ഞാൽ മിനിമം A+ അല്ലേ. SLCയിലൊക്കെ ഇന്ന് എല്ലാവർക്കും 9 A+ അല്ലെങ്കിൽ 10 ഫുൾ A+ ഒക്കെ കിട്ടുന്നതല്ലേ മിക്ക ആളുകൾക്കും. എന്നാലോ ഇവർക്കൊരു 3-4 അറൗണ്ട് ലാംഗ്വേജ് അടക്കം ഒരു 5 A+ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി ഒരു 3-4 ഒക്കെ A+ ആണ്. അപ്പം ആ ഒരു ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡൻറ്റ് നമ്മുടെ ബാച്ചിൽ +1 ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ടോ, ഫിസിക്സിൽ റിവാലേഷൻ അപ്ലൈ ചെയ്ത് A+ലോട്ട് കിട്ടി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 52 ആയിട്ടുണ്ട്. അത് ഇതിൽ വരാത്തതാണ്, റിവാലേഷൻ മാർക്ക് ലിസ്റ്റ് പിന്നീട് വരും. കെമിസ്ട്രി അറൗണ്ട് ഫുൾ മാർക്ക് വന്നു, ബയോളജി അറൗണ്ട് ഫുൾ മാർക്ക് വന്നു. കണ്ടോ, മാത്സ് അവർ മാത്സ് ഉള്ള ഒരു സ്ട്രീം ആയിരുന്നില്ല, അവർക്ക് മറ്റ് സബ്ജക്റ്റുകൾ എക്സ്ട്രാ വേറെ ഉണ്ടായിരുന്നു മാത്സിന് പകരം. അതുകൊണ്ട് തന്നെ മാത്സ് അവർ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല. അവർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് മാത്സ് ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ വലിയ സീരിയസ്നെസ് കൊടുക്കാണ്ട് പഠിച്ചതാണ്. എന്നിട്ട് പോലും കണ്ടോ ഈ ഒരു സ്കോറിലോട്ട് എത്തിയത്. അപ്പോൾ അവർ ഇതുപോലെ സീരിയസ്നെസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്സിലും അറൗണ്ട് ഫുൾ മാർക്കിനടുത്ത് കിട്ടിയേനെ. അപ്പം മാത്രമല്ല, ഇവരിങ്ങനെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നിട്ട് പോലും അതിനകത്തെ ഇവരൊക്കെ നമ്മളെ ക്ലാസ്സുകളെ കുറിച്ച് ഫീഡ്ബാക്ക് പറഞ്ഞത് ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു, ക്ലാസ് കൊണ്ടാണ് ഈ ഒരു റിസൾട്ടിലോട്ട് എത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ വലിയ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ബാച്ചിൻ്റെ റിസൾട്ട് ഞാൻ അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ പറയുന്നില്ല എന്ന് പറയുമ്പോഴേ അത് അത്രമാത്രം എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. ഇവരൊക്കെ അഡപ്പടലം പൊട്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ഇതിനകത്ത് എക്സാമിന് വേണ്ടിയിട്ട് ജോയിൻ ആവുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, +2 റിസൾട്ട് വന്നാൽ പിന്നെ കുറഞ്ഞ ദിവസങ്ങളെ എക്സാമിലോട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഇവിടെ നോക്കൂ, ഇവരുടെ +1 മാർക്ക് നിങ്ങൾ നോക്കി 8 ഫിസിക്സിൽ, +2 5-7 കണ്ടാണ്, അഡപ്പടലം പൊട്ടി. എന്നിട്ട് നമ്മളടുത്ത് വരുന്നതോ എക്സാമിനോട് അടുത്ത് +2 റിസൾട്ടൊക്കെ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എക്സാം അടുത്താണ് ഇവർ വരുന്നത്. ആകെ 10-12 ക്ലാസ്സുകൾ കൊണ്ട് ഫിസിക്സിലെ ഈ ഒരു റേഞ്ചിലോട്ട് അവർ എത്തിച്ചു. +1 മാർക്കും +2 മാർക്കും ആ ഒരു കുറഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് നേടി അവർ ഇന്നിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 5 മാർക്കുമായിട്ട് ഇവർ റിസൾട്ട് വന്ന ദിവസം നമ്മളെ വിളിച്ച് പറഞ്ഞത്, സാറേ കുറച്ചുകൂടി ഇവർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത് എക്സാമിന് വേണ്ടിയിട്ട് പൊട്ടിയതിന് ശേഷം. അപ്പം അങ്ങനെ ഉള്ളവരെ നമ്മൾ കണ്ടോ കുറഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയെങ്കിൽ നല്ല മാർക്ക് കിട്ടിയേനെ എന്നാണ് ഇവർ അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ 10-28 അതുപോലെ ഫെയിലായവരെ B ഗ്രേഡിലോട്ട് കുറഞ്ഞ സമയം കൊണ്ട് 6-27 17-30 14-32 ഇതൊക്കെ ഫെയിലായവരാട്ടോ. 16 ഇവർ +1 ഫിസിക്സിൽ 16, അങ്ങനെ +2 അവർ മൊത്തത്തിൽ ഫെയിലായി. നമ്മളെ അടുത്ത് വന്നിട്ട് കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് കണ്ടോ ഫെയിലായവരെ 40 മാർക്കിലോട്ട്. അപ്പം അത്തരത്തിലെ റിസൾട്ടുകളാണ് ഇതിനകത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ ബാച്ചിൽ ജോയിനായി
ആ ഒരു അടിപൊളിയായി പഠിക്കണം, എക്സാം മിന്നിക്കണം, പൊടി പാറിക്കണം. കാരണം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇപ്പോൾ നമ്മുടെ നമ്പർ നിങ്ങൾക്ക് ഇതിനകത്ത് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങളിപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സിനൊക്കെ എന്തോരം എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം. അപ്പം ഇത് നിങ്ങളുടെ വാല്യൂ ആണ്, നിങ്ങളുടെ പ്രൊഫൈലാണ്, നിങ്ങളുടെ മാർക്കാണ്, എന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണുന്നതാണ്. അപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയുക വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പം കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ വിളിക്കൂ കേട്ടോ, 77 36 70 70 45. ഇനി വെയിറ്റേജ് മാറിയോ എന്നത് അതുമായി ബന്ധപ്പെട്ട, അപ്പം നമ്മുടെ റിസൾട്ടുകളൊക്കെ കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ഇത് ഞാൻ ആവറേജ് സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം വെയിറ്റേജ് നോക്കൂ. ഏറ്റവും റീസെൻറ്റ് വെയിറ്റേജിലോട്ട് പോകുമ്പം നോക്കൂ നിങ്ങൾ 2025 ഇതാ സേ എക്സാമിൻ്റെതാണ്. ഏറ്റവും അവസാനം നടന്നത് സേ എക്സാം ആണല്ലോ. അപ്പോൾ അതിൻ്റെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം സൊല്യൂഷൻ 10 മാർക്ക്, ഇലക്ട്രോ കെമിസ്ട്രി 10, കൈനറ്റിക്സ് 7, DNF 7, കോർഡിനേഷൻ 10, അതുപോലെ ഹാലോ ആൽക്കൈൻസ് 9, ആൽക്കഹോൾ ഫീനോൾ ഈതർ 7, അതുപോലെ ആൽഡിഹൈഡ് കീറ്റോൺ 9, അമീൻ 5, ബയോമോളിക്യൂൾ 4. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർഡറിൽ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പം മാക്സിമം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പം അതിനനുസരിച്ച് ഫസ്റ്റ് റൗണ്ടിൽ അതിലൊക്കെ എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് അങ്ങ് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നല്ല കോൺഫിഡൻസ് വരും. പിന്നെ വെയിറ്റേജ് ഉള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഡീപ്പർ ലെവലിലോട്ട് പോയിട്ട് എന്തായാലും ഞാൻ 60 മാർക്ക് മാക്സിമം വാങ്ങിയിരിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പോകുമ്പോഴേ നല്ല മാർക്കിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ എപ്പോഴും മാക്സിമം ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്യരുത്. 60 എന്നല്ല നിങ്ങൾ നോക്കേണ്ടത്, ആ ഒരു 78 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ 78 ഞാൻ അതിനകത്ത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം മാർക്ക് കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ പോവുക. കാരണം നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ നമുക്ക് അതിൻ്റെ കുന്നിക്കുരുവോളം കിട്ടൂ എന്ന് പറയുന്ന പോലെ നമ്മൾ ഫുൾ മാർക്ക് ആഗ്രഹിച്ചാലേ നമുക്കതിൻ്റെ അടുത്തെങ്കിലും ആ ഒരു എന്താ പറയുക A+ ലെവലെങ്കിലും ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ അടിപൊളിയാക്കുക. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ നമ്പർ ഞാൻ ഒന്നുകൂടി പറയുന്നു, 77 36 70 70 45.